ഉത്തമ, അയ്യോ പൊന്നാശാനെ രക്ഷിക്കണം, തട്ടിക്കളയരുത്. ഇവിടെ വാ. നീ നാട്ടിൽ നിന്ന് പോയില്ലേ? അയ്യോ, ഞാൻ എങ്ങോട്ട് പോവാൻ ആശാനെ? സാറയുടെ വീട്ടിൽ ഇപ്പൊ പോവാറില്ലേ? എന്തിന്? ആശാൻ അവിടുന്ന് പോയ പുറകെ അതുങ്ങളെ പോലീസ് തൂത്തുവാരിക്കൊണ്ട് പോയില്ലേ? നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ജീവിക്കാൻ ഒരു വഴിയില്ല ആശാനെ, സത്യം പറഞ്ഞാ പട്ടിണിയാ. ഞാൻ നിനക്ക് കുറച്ച് പണം തരാം. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമോ? ശരി ആശാനെ. എങ്കിൽ നീ വീട്ടിലേക്ക് വന്നേക്ക്. ഒന്ന് നിൽക്കണേ ആശാനെ, ദൈവം അനുഗ്രഹിക്കും. എന്റെ ഭഗവാനേ, നിന്തിരുവടി, ഞാൻ വീണ്ടും രക്ഷപ്പെട്ടു. നിന്റെ വിശദീകരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. ഇനി നീ ഇവിടെ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഇന്ന് തന്നെ പോകണം. അച്ഛൻ എന്തായി പറയുന്നത്? ഈ വീടും ഇവിടുത്തെ കൃഷിയും മോന്റെ പഠിത്തമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോരാനോ? വീടിന്റെയും കൃഷിയുടെയും കാര്യങ്ങൾ നോക്കാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തുകൊള്ളാം. കണ്ണന്റെ പഠിത്തം അവിടെയും നടക്കും. എനിക്ക് അതിനേക്കാളൊക്കെ വലുത് അഭിമാനമാണ്. അതിന് അപമാനത്തിന് ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. ഇല്ലേ? ശങ്കരന് കത്തയച്ചിട്ടാണ് ഞാൻ വന്നത്. ആ കത്തിൽ എന്തെല്ലാം എഴുതിയിരുന്നു എന്ന് എനിക്കറിയാമോ? അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് അച്ഛാ. തെറ്റിദ്ധാരണയാണോടി? ആ മോഹൻ ഇവിടെ വരാറില്ലേ? ഉണ്ട്. അവൻ നിന്റെ ഭർത്താവിനെ കൊന്നവനല്ലേ? അത് കേസിന്റെ വിധി കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. അവനെ പോലെ കൊള്ളരുതാത്തവൻ ഈ നാട്ടിലില്ല, നിനക്ക് അറിയാമോ? ശരിയായിരിക്കാം. പക്ഷെ എത്ര കൊള്ളരുതാത്തവനിലും ഒരു നല്ല വശം കാണും. അത് നമ്മൾ അവഗണിക്കാതെ അംഗീകരിച്ച ആള് തന്നെ ചിലപ്പോൾ നന്നായിന്ന് വരില്ലേ അച്ഛാ? അപ്പോൾ നീ മോഹനെ നന്നാക്കാൻ പോവുകയാണോ? ഏതായാലും നശിപ്പിക്കില്ലെന്നുള്ളത് തീർച്ച. അച്ഛാ, മോഹനേട്ടൻ ഇന്നെന്റെ സഹോദരനാണ്. അച്ഛൻ വിശ്വസ്തലും ഇല്ലെങ്കിലും അതാണ് സത്യം. ചുരുക്കി പറഞ്ഞാൽ നീ ഇവിടുന്ന് വരില്ല. അച്ഛൻ ഇന്ന് ഇങ്ങോട്ട് വിവാഹം ചെയ്ത് അയച്ചതാണ്. ഭർത്താവിനെങ്കിലും ഇവിടെ കഴിയേണ്ടവളാണ്. കഴിയാനുള്ള കരുത്തും എന്റെ മനസ്സിനുണ്ട്. ഇവിടെ നിന്നും വരില്ല, തീർച്ച. മോളെ, നിന്നെ ഞാൻ ഇങ്ങോട്ട് അയച്ചത് കല്യാണം കഴിപ്പിച്ചാണ്, ഉപേക്ഷിച്ചല്ല. ഇങ്ങനെയാണെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണോ അച്ഛന്റെ ഇഷ്ടം? മോളെ, കുഞ്ഞുനാൾ മുതൽ തെറ്റും ശരിയും ചൂണ്ടിക്കാണിച്ചെന്ന് എന്നെ പഠിപ്പിച്ചത് എന്റെ അച്ഛനാണ്. ഞാൻ തെറ്റിയെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അങ്ങനൊരു സംഭവം ഉണ്ടായ പിന്നെ എന്റെ ശവം അച്ഛൻ കാണും. അച്ഛൻ പോകുന്നു മോളെ, അച്ഛൻ പോകുന്നു. കണ്ണിനെ കാണണ്ടേ? ഇനി വരുമ്പോൾ കാണാം. നെല്ല് എങ്ങോട്ട് കൊണ്ടുവന്നു? അറയിലിടാൻ. ഉഴവ് മുതൽ മെതി വരെ ഞാനാ എല്ലാ ജോലിയും ചെയ്യിച്ച്. അന്നാരെയും കണ്ടില്ലല്ലോ. പാടത്തൊന്ന് വഴക്കുണ്ടാക്കുന്നത് ശരിയില്ലെന്ന് തോന്നിയോണ്ട് വന്നില്ല. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്, മേലാലിൽ ഇടപെടരുത്. ഇത് എന്റെ സഹോദരിയുടെയും കുഞ്ഞിന്റെയും കാര്യമാണ്. ആരെതിർത്താലും ഞാൻ ഇടപെടും. സഹോദരി? ശ്രീധരനെ കൊല്ലുന്നതിന് മുൻപ് തന്നെ നിങ്ങളും രാധികയും തമ്മിൽ അടുപ്പത്തിലായിരുന്നില്ലേ? ആ അവിഹിത ബന്ധം അറിയാതിരിക്കാൻ വേണ്ടി രാധികയുടെ പ്രേരണ കൊണ്ടല്ലേ നിങ്ങൾ ശ്രീധരനെ കൊന്നത്? എന്താ ഇനി രാധികയെ പറ്റി തെറ്റായ ഒരു വാക്ക് പറഞ്ഞ കൊന്നാളെ തന്നെ ഞാൻ. കാര്യങ്ങൾ അത്രത്തോളം എത്തിയോ? അവളെ തന്നെന്ന് പറഞ്ഞിട്ട് അവള് കേട്ടില്ല. അവർക്ക് രണ്ട് കൊടുത്താലും വേണ്ടില്ല. നിങ്ങൾക്ക് അവളെ നിലയ്ക്ക് നിർത്തോ? ഇല്ലെങ്കിൽ ഇനി കൊലപാതകം നടക്കും. ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. പറ നീ. അവൻ എരപ്പാളിയാണടി. ഇക്കാര്യത്തിൽ ആരും എന്നെ ഉപദേശിക്കണ്ട. എങ്കിൽ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ഇതെന്റെ വീടാണ്. എന്റെ കുഞ്ഞിന് അവകാശപ്പെട്ട അവന്റെ അച്ഛന്റെ വീട്. എടാ വേണു, കൊച്ചിനെ കാര്യം അവൻ എന്റെ അനന്തരവന്റെ മകനാടി. പെടകെട്ട് നീ അവനെ വളർത്തിയാൽ അവനും പഴച്ചു പോകും. എടാ കുഞ്ഞിനെടുക്കാൻ
എന്റെ കണ്ണനെ അവരെടുത്തോണ്ട് പോയി. അമ്മാവനും മേനോട്ടിനും കൂടി. മോഹനേട്ടൻ ഇവിടെ വരുന്നത് തന്നെ എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. നീ ബഹളം വെക്കാതെ നിൽക്കേ, ഞാൻ പോയി കണ്ണനെ കൊണ്ടുവരാം. ഞാൻ കൂടെ വരാം. എന്തിനെ? എന്റെ സഹോദരിയുടെ കുഞ്ഞിനെ കൊണ്ടുവരേണ്ടത് ഞാനാടി. നീ ഇവിടേക്ക്. ഇതാണ് മനസ്സിലായോ? ഈ അമ്മയുടെ കാര്യം മിണ്ടി പോയത്. കണ്ണനെ വിടൂ. എന്തു വേണം? ഞാൻ കണ്ണനെ കൊണ്ടുപോകാൻ വന്നതാ. അവനെ കൊണ്ടുപോവാൻ നീ ആരാടാ? ഞാൻ ആരോ ആകട്ടെ, മര്യാദയ്ക്ക് കണ്ണനെ വിടൂ. നീ ഇവനെ ഇവിടുന്ന് കൊണ്ടുപോവോ? അതിനാണല്ലോ ഞാൻ വന്നത്. കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് വിടറാ. വിടാൻ. അണങ്ങിപ്പോരുത്. നിങ്ങൾ എല്ലാരും കൂടെ എന്നെ കൊലപാതകിന് മുദ്രകുത്തി. പക്ഷെ ഇന്ന് വരെ ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഈ മുറ്റത്ത് ചോര വീഴരുതെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ തൊട്ടുപോരുത്. ഇതാ നിന്റെ മോൻ. പോലീസ് വെച്ചാ എന്നെ അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് നാട് വിട്ടു പോകണോടാ മടയാ. നേരിട്ട് ഹാജരായി നമുക്ക് ജാമ്യം എടുക്കാം. എന്നാലും തൽക്കാലം ഒന്ന് മാറി നിൽക്കാൻ അച്ഛൻ നല്ലത്. അതിന്റെ ആവശ്യമില്ല. കൊലക്കേസായ പോലും ജാമ്യം കിട്ടും. വേണ്ടത് ഞാൻ ചെയ്തോളാം. ഇല്ലച്ചാ ഞാൻ പോവാ. അവിടെ പോകേണ്ടത് ഞാനല്ലേ പറഞ്ഞു. ഞാൻ പറഞ്ഞ എടാ, ഞാൻ പറഞ്ഞു. ഇവിടുന്നാടാ ഈ രൂപ? എടാ, ഇത്രയേറെ രൂപ എവിടുന്നാന്നാ ചോദിച്ചത്? ഞാൻ പറയാ ശ്രീധരൻ ബാങ്കിൽ നിന്ന് കൊടുന്ന രൂപയാ. ശ്രീധരനെ കൊന്നത് ഞാനായിരുന്നു അച്ഛാ, ഞാനായിരുന്നു.
എന്റെ കടബാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാനത് ചെയ്തു. എന്റെ ഭാര്യയോടും കുഞ്ഞോടും ഒന്നിച്ച് ജീവിക്കാനുള്ള കൊതി കൊണ്ട് ഞാനത് ചെയ്തു. ഇനി എന്നെ കൊന്നോളൂ അച്ഛാ, കൊന്നോളൂ. സാർ, മോഹനെ കുത്തിയതിന് ഇവൻ അറസ്റ്റ് ചെയ്യാനല്ലേ വന്നത്? ശ്രീധരനെ കൊന്നത് ഇവൻ തന്നെയാണ്, ഈ പണത്തിന് വേണ്ടി. സാർ, എന്തിനാ ചേട്ടാ ഫോൺ ചെയ്തത്? ശ്രീധരനെ കൊന്നത് വേണുവാണെന്ന്. വേണുട്ടിനോ? അതെ, അവൻ കുറ്റം സമ്മതിച്ചു. പോലീസ് അറസ്റ്റ് ചെയ്തു. മോനെ, അമ്മ നിന്നെ തെറ്റിദ്ധരിച്ചു. അമ്മയോട് ക്ഷമിക്ക്. മോഹനേട്ടൻ കണ്ണന്റെ അമ്മാവനായിരുന്നു. ചെവിക്ക് തീ കൊളുത്താൻ അവനെ അനുവദിക്കുവോ?